നമസ്കാരം, ഞാൻ MS. ഇന്നേക്ക് ഏതാണ്ട് 58-ാം നാള്. അവരെല്ലാവരും നഗ്നരായി എത്തും. ഏതാണ്ട് 1300 വർഷത്തെ പാരമ്പര്യമാണ് അവർക്കുള്ളത്. കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞാൽ ആഘോഷങ്ങളുടെ കാലമാണ്. ക്രിസ്തുമസ്, ന്യൂ ഇയർ, അത് കഴിഞ്ഞാൽ ഉത്സവങ്ങൾ. അങ്ങനെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും ഇത്തരം ആഘോഷങ്ങളുണ്ട്. എനിക്ക് പറഞ്ഞാൽ കടൽ കടന്നാൽ വരെ ഇനി ഉത്സവങ്ങളുടെ ഒരു മേളയാണ്. സംസ്കാരവും ഭാഷയും അതേപോലെ തന്നെ ദേശവും എല്ലാം മാറുന്നതിനനുസരിച്ച് ഉത്സവങ്ങളുടെ രൂപത്തിലും ഭാവത്തിലും വരെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇത്തരത്തിൽ ഏറെ ജനപ്രിയമുള്ള ഒരു ഉത്സവമാണ് ജപ്പാനിൽ നടക്കുന്ന ഹടകമത്സൂരി ഉത്സവം എന്നുള്ളത്. ഏതാണ്ട് 1300 വർഷത്തിലധികം പഴക്കമുള്ള ഉത്സവമാണിത്. ആ രാജ്യത്തെ, അതായത് ഒരു രാജ്യത്തെ ഐച്ചി പ്രിഫെക്ചറിലെ ഇനാവസയിലുള്ള കൊനോമിയ ദേവാലയത്തിൽ നടക്കുന്ന ഈ ഒരു ഉത്സവം ശരിക്കും പറഞ്ഞാൽ പ്രശസ്തമായത് തന്നെ അതിൻ്റെ ഒരു ആചാര രീതി എന്ന് പറയുമ്പോൾ നഗ്നതയാണ് ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. അരമറിക്കുന്ന ഫോണ്ടോഷിയും ടാബി എന്ന വെള്ള സോക്സും മാത്രമാണ് ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ധരിക്കുക. പുരുഷന്മാർ മാത്രമാണ് ഇതിൽ സാധാരണ പങ്കെടുക്കാറുള്ളത്. ജപ്പാനിലെ തന്നെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ചടങ്ങുകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഉത്സവമാണ് സോമിൻസായി. ഉത്സവ സമയത്ത് ജപ്പാനിലെ ആളുകൾ അവിടെ എത്തി പങ്കെടുക്കുന്ന ആളുകൾ വിളിച്ചോതുന്ന ഒരു ഗാനത്തിൻ്റെ ഒരു വാക്കാണ്, അതായത് ജോസോ ജോയസ് എന്നുള്ളത്. എന്ന് വെച്ചാൽ തിന്മ പോയി എന്നർത്ഥമാക്കുന്ന ആ വാക്ക് ഒരു ഗാനമായി പാടിയിട്ടാണ്, ആലപിച്ചുകൊണ്ടാണ് ഈ ചടങ്ങുകളിൽ ആളുകൾ പങ്കെടുക്കുക. ഉത്സവത്തിന്റെ ഭാഗമായി അന്നേ ദിവസം നഗ്നരായിട്ടുള്ള പുരുഷന്മാർ തണുത്തുറഞ്ഞ താപനിലയിൽ നഗരവീഥികളിലൂടെ നടക്കുമെന്നുള്ളതാണ്. അങ്ങനെ നടക്കുന്ന ഈ സമയം കാഴ്ചക്കാരായി കൂടി നിൽക്കുന്നവരെ അവരുടെ ശരീരത്തിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കും. ഈ സമയം അത്രയും ചടങ്ങിൽ പങ്കെടുക്കുന്ന പുരുഷന്മാർ ജാസോ ജോയസ് എന്ന തിന്മ പോയി എന്നർത്ഥമുള്ള ആ ഗാനം ആലപിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ക്ഷേത്രത്തിലെ പുരോഹിതൻ 2 ഭാഗ്യദണ്ഡുകളും 100 വണ്ടികളിലായിട്ട് മരച്ചില്ലകളും വലിച്ചെറിയുന്ന ഒരു രംഗമുണ്ട്. ഇവ കണ്ടെത്തുന്നത്, ഈ മരച്ചില്ലകൾ വലിച്ചെറിയുമ്പോൾ അത് കണ്ടെത്തുന്നവർക്ക് ഭാഗ്യം കൈവരുമെന്നാണ് പ്രധാനമായിട്ടുള്ളൊരു വിശ്വാസം തന്നെ. അങ്ങനെ ആ ഭാഗ്യവിറകുകൾ കണ്ടെത്താനുള്ള മത്സരത്തിൽ പിടിവലി കൂടിയിട്ട് പുരുഷന്മാർക്കൊക്കെ തന്നെ പരിക്കേൽക്കുന്നതും സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ജപ്പാൻകാർ മാത്രമല്ല, ലോകത്തിലെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള നിരവധി പേരും ഹടകമത്സൂരിയുടെ ഒരു ഭാഗമാകാറുണ്ട് എന്നുള്ളതാണ്. ഈ ഹടകമത്സൂരി ഉത്സവം എന്ന് പറയുന്നത് വളരെയധികം ജനപ്രിയമാണെങ്കിലും ഇന്ന് യുവാക്കള് നഗരങ്ങളിലേക്ക് കുടിയേറുന്നതോടുകൂടിയിട്ട് പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ വലിയൊരു ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നവരെ പോലും അവർക്ക് സാധാരണഗതിയിൽ നിന്നും വൃദ്ധരായി മാറി എന്നുള്ളതാണ്. അങ്ങനെ ആളുകൾ പങ്കെടുക്കാൻ കുറഞ്ഞതോടുകൂടിയിട്ട് ജപ്പാൻകാര് പുതിയൊരു തീരുമാനമെടുത്തു. എന്ന് വെച്ചാൽ അടുത്ത വർഷം ഉത്സവത്തിൽ നഗ്നരായി എത്തിയുള്ള ആചാരങ്ങൾ ഒഴിവാക്കാനുള്ള ആലോചനയും ജപ്പാൻകാർക്കുണ്ട്. അതിന് പകരം പ്രാർത്ഥനാ ചടങ്ങുകളും ആത്മീയമായിട്ടുള്ള ആ ആചാരങ്ങളും എല്ലാം ഉൾപ്പെടുത്തി മാത്രമാകും ഈ ഉത്സവം കൊണ്ടാടുക എന്നാണ് ജപ്പാനിന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. എന്നാൽ ജപ്പാനിലെ സ്ത്രീകൾക്ക് ഈ ഉത്സവ ചടങ്ങുകളിലേക്ക് പ്രവേശനം നിരോധിച്ചിരുന്നുവെങ്കിലും ഉത്സവം നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഇടയ്ക്കൊക്കെ സ്ത്രീകളെയും ഉത്സവത്തിൽ പങ്കെടുപ്പിക്കാറുണ്ടായി. എന്നാൽ ആ ഒരു പദ്ധതിയും നടപ്പിലായില്ല എന്നുള്ളതാണ്. അടുത്ത വർഷം വീണ്ടും ഉത്സവം നടത്താൻ ജപ്പാൻകാർ നിർബന്ധിതരായി. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഫെബ്രുവരി 10-നാണ് ഈ ഉത്സവം നടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.